രാജ്യത്തെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സംബന്ധിച്ച ആശങ്കകൾ രാജ്യവ്യാപകമായി നിലനിൽക്കുമ്പോഴാണ് കേരള സർക്കാർ നേറ്റിവിറ്റി കാർഡ് എന്ന പുതിയ പരിഷ്കാരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡിസംബർ 24 ചേർന്ന മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ച ഈ പദ്ധതി സാധാരണക്കാരന്റെ അസ്തിത്വപരമായ ഭീതി അകറ്റാനാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇതിനു പിന്നിലെ പ്രായോഗികതയും രാഷ്ട്രീയവും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ആധാർ കാർഡ്, വോട്ടർ ID, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങി ഒരു പൗരന് സ്വന്തം അസ്തിത്വം തെളിയിക്കാൻ ഇതിനോടകം തന്നെ നിരവധി രേഖകളുണ്ട്. ഇതിനു പുറമെ മറ്റൊന്നുകൂടി അടിച്ചേൽപ്പിക്കുന്നത് ഭരണപരമായ ഇരട്ടിപ്പാണ്. ഓരോ ആവശ്യത്തിനും പുതിയ കാർഡുകൾക്കായി വില്ലേജ് ഓഫീസുകൾക്കും അക്ഷയ കേന്ദ്രങ്ങൾക്കും മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് സാധാരണക്കാരന്റെ കഷ്ടപ്പാട് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ എന്ന വിമർശനങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. എന്താണ് നേറ്റിവിറ്റി കാർഡ്? ഒരു വ്യക്തി ഇന്ത്യയിലെ ഒരു പ്രത്യേക സംസ്ഥാനത്തോ പ്രദേശത്തോ സ്ഥിരതാമസക്കാരനാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. കേരളത്തിൽ പ്രധാനമായും വിദ്യാഭ്യാസം, സംഭരണം, ജോലി, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിലാസവും ജനിച്ച സ്ഥലവും തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയായി ഇത് ഉപയോഗിക്കാം. നിയമപരമായി പറഞ്ഞാൽ ഇന്ത്യയിൽ പൗരത്വം നൽകാനോ പൗരത്വ രേഖകൾ നിശ്ചയിക്കാനോ ഉള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. അതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന നേറ്റിവിറ്റി കാർഡ് ഒരു പൗരത്വ സർട്ടിഫിക്കറ്റ് അല്ല. നേറ്റിവിറ്റി കാർഡിൽ സർക്കാർ നൽകുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ കേരളത്തിൽ ജനിച്ച ആളാണെന്നും ഇവിടെ സ്ഥിരതാമസക്കാരനാണെന്നും തെളിയിക്കുന്ന ആധികാരിക രേഖയായി ഇതിനെ ഉപയോഗിക്കാം. നിലവിൽ ഓരോ ആവശ്യത്തിനും വെവ്വേറെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകളാണ് ഉപയോഗിച്ചു വരുന്നത്. നിലവിലെ സർട്ടിഫിക്കറ്റുകൾക്ക് നിയമപരമായ സ്ഥിരതയില്ല. എന്നാൽ പുതിയ കാർഡ് നിയമപരമായ പിൻബലത്തോടെയുള്ള ആധികാരിക രേഖയായിരിക്കും. തഹസീൽദാർമാർക്കായിരിക്കും കാർഡ് വിതരണയുടെ ചുമതല. ഇത് സർക്കാർ സേവനങ്ങൾക്കുള്ള ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായും ഉപയോഗിക്കാം. നേറ്റിവിറ്റി കാർഡിലെ നിയമസാധ്യതയും കേന്ദ്ര സംസ്ഥാന പോരും എന്തൊക്കെയാണ്? പൗരത്വം എന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. ഒരു സംസ്ഥാന സർക്കാർ നൽകുന്ന നേറ്റിവിറ്റി കാർഡ് ദേശീയ തലത്തിലുള്ള പൗരത്വ രേഖകൾക്ക് പകരമാകില്ലെന്ന് കേന്ദ്രമന്ത്രിമാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി. ഇത് ഫെഡറൽ സംവിധാനത്തിൽ പുതിയൊരു തർക്കത്തിന് വഴിവെക്കും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ കാർഡ് കളിക്കിടയിൽപ്പെട്ട് ആശങ്കയിലാകുന്നത് സാധാരണ ജനങ്ങളാണ്. ഇതിലെ പ്രധാന ആശങ്കകൾ എന്തൊക്കെയാണ്? പൗരത്വ ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് പ്രതിവിധിയായി സംസ്ഥാനം ഒരു രേഖ കൊണ്ടുവരുന്നത് ജനങ്ങളെ സമാശ്വസിപ്പിക്കാനാണോ അതോ കൂടുതൽ ആശങ്കയിലാഴ്ത്താനാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന ആരോപണത്തെ തള്ളിക്കളയാനാവില്ല. നേറ്റിവിറ്റി കാർഡിനായി ശേഖരിക്കുന്ന വിവരങ്ങൾ എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്നതും വലിയൊരു ചോദ്യമാണ്. ഡാറ്റാ സുരക്ഷാ നിയമങ്ങൾ കർശനമാകാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പുലർത്തേണ്ട ജാഗ്രത സംശയനിഴലിലാണ്. കേരളത്തിന് മാത്രമായി പ്രത്യേക തിരിച്ചറിയൽ രേഖ കൊണ്ടുവരുന്നത് വിഘടനവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. പൗരത്വം നിർണയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും സംസ്ഥാനത്തിന് അത്തരമൊരു രേഖ ഇറക്കാൻ അധികാരമില്ല. ആധാർ കാർഡ് നിലവിലുള്ളപ്പോൾ മറ്റൊരു തിരിച്ചറിയൽ രേഖയുടെ ആവശ്യമില്ലെന്നും ഇത് പൊതുപണം പാഴാക്കലാണെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ലളിതമാക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാക്കുന്ന രേഖാ നിർമ്മാണത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയേണ്ടതുണ്ട് എന്ന അഭിപ്രായങ്ങളും നിലവിലുണ്ട്. നിലവിലെ തിരിച്ചറിയൽ രേഖകൾ തന്നെ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന് പകരം പുതിയ കാർഡുകൾ അവതരിപ്പിക്കുന്നത് ഖജനാവിനും ജനങ്ങൾക്കും ഒരുപോലെ ഭാരമാണ്. പൗരത്വത്തിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന കേന്ദ്ര നീക്കങ്ങളെ എതിർക്കുമ്പോഴും സമാനമായ രീതിയിൽ ജനങ്ങളെ രേഖകൾക്കായി നെട്ടോട്ടമോടിക്കുന്ന സംസ്ഥാനത്തിന്റെ നീക്കവും വിമർശിക്കപ്പെടുന്നുണ്ട്.